ഹലോ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഗപ്പി കുഞ്ഞന്മാർക്ക് ന്യൂ ഇയർ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാരെ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയൊക്കെ മാന്തിയിട്ടും അവന്മാരെ കാണാനില്ല. അവന്മാർ മുങ്ങി നടക്കുകയാണ് ഈയിടെയായിട്ട്. എന്തായാലും ഗപ്പി കുഞ്ഞന്മാരെ അവിടെ കളഞ്ഞിട്ട് ഞാൻ നേരെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് പോയി. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു സാധനം അവിടെ നിന്ന് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാനും ഏട്ടത്തിയും കൂടെ വൈകുന്നേരം കുളിച്ചൊരുങ്ങി റെഡിയായി ഞങ്ങളൊരു ഷേക്ക് അടിച്ചേക്കാം എന്ന് കരുതി അവിടെ പോയി. ഒരു ബട്ടർസ്കോച്ച് ഷേക്കും ഒരു വാനില ഷേക്കും പറഞ്ഞു. ഈ ഇയറിൻ്റെ ആരംഭം ഞങ്ങൾ ഒരുമിച്ചുള്ള ഫുഡടിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ ഇയർ എൻഡ് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫുഡടിയിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതി. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഷടപടയിൽ ഡ്രസ്സ് മാറി ആ ഡയറിയിൽ കുത്തിക്കുറിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ 2026 വരാൻ പോകുകയാണ്. അപ്പോൾ അവനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എഴുതി തയ്യാറാക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു ബോക്സ് കണ്ടു. അത് ചുമ്മാതല്ല ഞാൻ തറവാട്ടിൽ പോയതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ അവിടെ നിന്ന് കയ്യിൽ കിട്ടിയ ഒരു ബോക്സാണ്, ഒരു മാജിക് ബോക്സാണത്. അതിന് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എഴുതി ഞാൻ അത് ഒരു പേപ്പറിൽ അത് കീറി വെച്ചു, എഴുതിയ പേപ്പർ. ശേഷം ആ ബോക്സിനകത്ത് ഞാനിവനെ ആക്കും. അപ്പോൾ എന്തായാലും 2025 എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. അതെനിക്ക് ഒത്തിരി ഹാപ്പി മൊമെൻറ്റ്സ് തന്നൊരു വർഷമായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി. അതർവൈസ് എനിക്ക് കൂടുതലും ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു. ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം സാറ്റിസ്ഫൈഡ് ആയി. ഞാൻ അത് കുറേ ട്രൈ ചെയ്തു, കുറേ നേടി, കുറച്ച് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇയർ ആയിരുന്നു 2025 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും താങ്ക് യു 2025 ആൻഡ് വെൽക്കം 2026. ഹാപ്പി ന്യൂ ഇയർ ഓൾ.